നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ ഒരു ഓണർ എന്ന രീതിയിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണമായിട്ട് നമ്മളൊരു വീട് നിർമ്മാണത്തിൽ എങ്ങനെ ചെലവ് ചുരുക്കാം, ഒരു കോൺട്രാക്ടറെ നല്ലത് എങ്ങനെ കണ്ടെത്താം, ഇനി മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ബിൽഡിംഗ് റൂളുമായിട്ട് സംബന്ധിച്ചുള്ള വീഡിയോസ്, ബിൽഡിംഗ് പെർമിറ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളൊരു ഉടമസ്ഥൻ അല്ലെങ്കിൽ വീട് വെക്കാൻ പോകുന്ന ഒരാളെന്ന രീതിയിലാണ് നമ്മൾ ആ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു കോൺട്രാക്ടർ എന്ന രീതിയിൽ ഞാനൊരു കോൺട്രാക്ടറാണ്, ഒരു എഞ്ചിനീയറാണ്, നമ്മളൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വീട് അതിന്റെ ഡ്രോയിങ് ഉൾപ്പെടെ അതിന്റെ ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും നമ്മൾ നേരിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോൺട്രാക്ടർ എന്ന രീതിയിൽ ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഇപ്പം കേരളത്തിലുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇപ്പോൾ പലരും പറയുന്നത്, ഇപ്പോൾ ഒരു വീടിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളോ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിലെ പ്രശ്നങ്ങളോ വന്നു കഴിയുമ്പം പെട്ടെന്നൊരു കോൺട്രാക്ടറെ തെറ്റുകൊണ്ടാണ്, ഒരു കോൺട്രാക്ടർ നല്ല കോൺട്രാക്ടർ അല്ല, അല്ലെങ്കിൽ കോൺട്രാക്ടർ ഉഴപ്പിയത് മൂലമാണ്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടും അവർ വീട് പണി ചെയ്തില്ല എന്നുള്ള രീതിയിൽ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അത് കോൺട്രാക്ടർ തലയിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഉടമസ്ഥൻ എന്ന രീതിയിൽ അവർക്ക് യാതൊരു തരത്തിലും, ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും പലരും കോൺട്രാക്ടറെയാണ് തള്ളി പറയുന്നത്. അപ്പൊ അതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവാം, എങ്കിലും 90% കോൺട്രാക്ടർമാരും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അവരൊരു തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് അതിനകത്ത് ഒരു പ്രോഫിറ്റ് വേണം. പിന്നെ അതുമല്ല, ഒരു വീട് പണി മാത്രമല്ല, അവർക്കത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഇത് കണ്ടിട്ട് മറ്റ് വർക്കുകൾ അവർക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർ ഉഴപ്പിപ്പോകാൻ സാധ്യതയില്ല. എങ്കിലും അല്ലെങ്കിൽ കുറച്ച് ശതമാനം ആൾക്കാർ ആ രീതിയിൽ ഉഴപ്പി പൈസ കളിപ്പിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ പണി കറക്റ്റ് സമയത്ത് തീർക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. 90% ആൾക്കാരെ സംബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് റേറ്റ്. നമ്മൾ വലിയ റേറ്റ് മേടിക്കുന്നു, വലിയ എങ്ങും ഇല്ലാത്തൊരു റേറ്റ് ആണ് നിങ്ങൾ പറയുന്നത്. ഇപ്പം ഒരുപാട് പേര് ചെറിയ റേറ്റിൽ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും റേറ്റ് കൂടിയ, പലർക്കും പല മൈൻഡിലാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പൊ പലരും പറയുന്നത്, നിങ്ങൾ ഈ ചെറിയ രീതിയിൽ ഇപ്പോഴും 1500, 1600 സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ചെയ്യാൻ ആൾക്കാരുണ്ട്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ 2200, 2300 രൂപയ്ക്ക് വർക്കുകൾ എടുക്കുന്നു? അങ്ങനെയുള്ളവരൊക്കെ തട്ടിപ്പുകാരാണ്, വലിയ റേറ്റ് ചെയ്യുന്നവർ അവർക്ക് അമിത ലാഭം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപക്ഷെ അതിന്റെ ഒരു മെറ്റീരിയൽ സെലക്ഷനും കൂടെ ഒന്ന് ചോദിക്കണം. നിങ്ങൾ ഈ റേറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ റേറ്റിൽ എന്തൊക്കെ രീതിയിലുള്ള വർക്കുകളാണ് നിങ്ങൾ ചെയ്യുന്നത്? അതിനകത്ത് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന പെയിന്റ് ഏതാണ്, അതിന്റെ ഡോർസ് വിൻഡോസ് ഏതാണ്, അതിന്റെ ടൈല് എത്ര സ്ക്വയർ ഫീറ്റ് വിലയുള്ള ടൈൽസ് ആണ്, ഇനിയും പ്രധാനം ആ വീടിന്റെ എലിവേഷൻ ഏത് രീതിയിലാണ് വരുന്നത്, അതിന്റെ സ്ലോപ്പ് പ്രൂഫ് ഉണ്ടോ, അതിന്റെ പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫൗണ്ടേഷൻ. ഇപ്പം നിസ്സാരമായിട്ട് വലിയ ചെലവില്ലാത്ത രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന വീടുകളുണ്ട്. അപ്പം നല്ല ഉറപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ചെലവ് വരില്ല. ഇനിയും വെള്ളം കയറുന്നതോ അല്ലെങ്കിൽ ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളോ ആണെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് ചിലപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് ആ വീടിന്റെ ഫൗണ്ടേഷൻ ചെയ്യായിരിക്കും. എന്നാൽ കുറച്ച് ഉറപ്പില്ലാത്തതോ ലൂസായിട്ടുള്ള മണ്ണോ ഒക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പം 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ഫൗണ്ടേഷന് ചിലവാകാം. അപ്പൊ ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പലരും ഈ റേറ്റ് കൂടുതലാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാറ്. റേറ്റ് കൂടുതലായതുകൊണ്ട് ആ കോൺട്രാക്ടർ തട്ടിപ്പാണ്, അല്ലെങ്കിൽ അവർ കൂടുതൽ റേറ്റ് കളിപ്പിച്ച് മേടിക്കുകയാണെന്നുള്ള ഒരു പ്രതീതി വരുന്നത്. അപ്പൊ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സാധാരണ ഒരു 30 ലക്ഷം രൂപയുടെ ഒരു വർക്കാണെങ്കിൽ, ഒരു വീട് ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഒരു 30-35 ലക്ഷം രൂപയുടെ വർക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും അവർക്ക് ലാഭം കിട്ടുന്നത്. ചിലപ്പം കൂടുതൽ ലാഭങ്ങൾ വരാം. എങ്കിലും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു സൂപ്പർവൈസറെ അവിടെ വെക്കണമെങ്കിൽ തന്നെ ഒരു സൂപ്പർവൈസർക്ക് ഒരു ശമ്പളം 15,000 മുതൽ 20,000 രൂപ വരെയൊക്കെ ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുക്കണം. അപ്പൊ അത് തന്നെ ഒരു വീട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടല്ല അവർക്ക് തീരുന്നത്. ഒരു 10 മാസം അല്ലെ മാക്സിമം 1 വർഷം വരെ എടുത്തുകൊണ്ടാണ് ആ വീട് പണി തീർക്കുന്നത്. അപ്പൊ അവരുടെ ശമ്പളം തന്നെ ചിലപ്പം ഒരു 15,000 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 1,50,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അടുത്ത് അവരുടെ സാലറി തന്നെ കൊടുക്കണം. പിന്നെ നമുക്ക് ആ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന ലാഭം കിട്ടുന്നത് 1 മാസം കൊണ്ട് ഒന്നിച്ചല്ല കിട്ടുന്നത്. ഈ 10 മാസത്തെ ഇടവേളകളിലായിട്ടാണ് ഈ വർക്കുകൾ തീരുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് അവർക്ക് പേയ്മെന്റ് കിട്ടുന്നതും. അതിനകത്ത് മറ്റു രീതിയിലുള്ള ഒരുപാട് സ്ട്രെയിനുകളുണ്ട്. ഇപ്പൊ നമ്മൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നതിലാണെങ്കിലും അതിന്റെ പുറകെ ഓരോ കാര്യം നമ്മൾ സെലക്ഷൻ ഒറ്റ ഒരു രാത്രി കൊണ്ട് ആ വീട് പണി തീർക്കുകയല്ല. ഇപ്പൊ ക്ലയന്റിന്റെ കയ്യിൽ നിന്നുള്ള റിക്വയർമെന്റ് നോക്കണം. ഇനി ആർക്കിടെക്റ്റോ ഡിസൈനേഴ്സോ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അപ്രൂവലുകൾ മേടിക്കണം. അപ്പം പല രീതിയിലുള്ള തടസ്സങ്ങൾ അതിന്റെ പുറകെ വരാം. അപ്പം പെട്ടെന്ന് തീർക്കേണ്ട പണികൾ ചിലപ്പോൾ 1-2 മാസം നീണ്ടുപോകാം. അപ്പൊ ഒക്കെ നമുക്ക് അതിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. മെറ്റീരിയൽസിന്റെ റേറ്റുകൾ കൂടാം, ഈ സമയത്തിനിടയ്ക്ക് ലേബേഴ്സിന്റെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ നമുക്കിത് തീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റു രീതിയിലുള്ള ചെലവുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ കോൺട്രാക്ട് എടുക്കുന്ന ആൾക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ TA, അവരുടെ ചെലവുകൾ, ഇനിയും ഈ പറഞ്ഞ പോലെ സൂപ്പർവൈസറുടെ ചെലവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ഈ 1 മാസം കൊണ്ട് ഈ പറഞ്ഞ ടൈമിനുള്ളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ചിലർ പറയും നിനക്ക് 2 ലക്ഷം രൂപ ലാഭം കിട്ടി അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ
ഒരു മാസം കൊണ്ട് കിട്ടുന്നതല്ല. അത് നമുക്ക് ഈ ഒരു 10 മാസം കൊണ്ടോ അല്ല 1 വർഷം കൊണ്ടോ വരുന്നതാണ്. അപ്പൊ അതിനകത്തൊരു സൂപ്പർവൈസർക്ക് കൊടുക്കണം പൈസ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരുടെ പേയ്മെന്റുകൾ കൊടുക്കണം, ഓഫീസിന്റെ റെന്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ പല കാര്യങ്ങളും. അല്ലാതെ എല്ലാം അവരുടെ ലാഭമാണ് അല്ലെങ്കിൽ അവർ അതിനകത്ത് നിന്ന് ഒരുപാട് ലാഭം എടുക്കുന്നു എന്നുള്ള ചിന്തയല്ല. അപ്പൊ അത് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാം. മാസം ചിലപ്പോൾ 5000 6000 രൂപയായിരിക്കും അതിന്റെ ഒരു പ്രോഫിറ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നത്. ഇനി 3 4 5 സൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ അത് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ചെറിയ വർക്കുകൾ എടുക്കുന്നവരോ ചെറിയ കോൺട്രാക്ടേഴ്സോ ഒക്കെ ആണെങ്കിൽ അവരുടെ ലാഭം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മെറ്റീരിയൽസിന്റെ വിലയൊക്കെ അറിയാം. നമുക്കിവിടെ ഒരു എംസാൻഡിനൊക്കെ തന്നെ നമുക്ക് ക്യൂബിക് അടിക്ക് 75 രൂപ 80 രൂപയൊക്കെയാണ് ഇപ്പോൾ ക്യൂബിക് അടിക്ക് റേറ്റ് വരുന്നത്. ഇപ്പം മെറ്റൽ ആണെങ്കിൽ തന്നെ 65 രൂപ 70 രൂപ വരുന്നുണ്ട്. കമ്പിക്ക് വില 75 കിലോയ്ക്ക് 75 രൂപ 80 രൂപ വരുന്നുണ്ട്. അപ്പം പിന്നെ അതുപോലെ ലേബേഴ്സിന്റെ ഇപ്പം ഒരു മേസൺ ആണെങ്കിൽ തന്നെ 1200 രൂപ 1250 രൂപ ലേബർ ചാർജ് വരുന്നുണ്ട്. ഹെൽപ്പർക്ക് 1000 മുതൽ 1200 രൂപ വരെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ വർക്കിനനുസരിച്ചും അതിന്റെ ലേബർ ചാർജും മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പോഴും 1500 രൂപ അല്ലെ 1600 രൂപയ്ക്ക് ലേബർ വർക്ക് എടുത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഒന്നുകിൽ അത് തട്ടിപ്പായിരിക്കാം, അല്ലെങ്കിൽ ആ വർക്ക് അവർ ചെയ്യുന്നത് പല സ്പെസിഫിക്കേഷനിനകത്ത് കുറവുകൾ ഉണ്ടായിരിക്കാം, അതിന്റെ സ്ട്രക്ചർ വർക്ക് മാത്രമായിരിക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട് അതിനകത്ത് പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ജസ്റ്റ് ചിലപ്പോൾ ഒരു വൈറ്റ് സിമെന്റ് അടിച്ച് കൊടുക്കുന്ന റേറ്റ് ആയിരിക്കാം. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ റേറ്റ് കൂടിയവർ ചെയ്യുന്നത് ഒരു വൈറ്റ് സിമെന്റ് അടിക്കുന്നുണ്ടാവാം, 2 കോട്ട് പുട്ടി ഇടുന്നുണ്ടാവാം, ഒരു പ്രൈമർ അടിക്കുന്നുണ്ടാവാം, 2 കോട്ട് എമൽഷൻ അടിക്കും. എമൽഷൻ തന്നെ പല രീതിയിലുണ്ട്, പല റേഞ്ചിലുള്ള 3 4 റേഞ്ചിലുള്ള എമൽഷൻ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ അതിൽ കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് രീതിയിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതനുസരിച്ചാണ് അതിനകത്ത് റേറ്റ് വരുന്നത്. പ്രീമിയം ക്വാളിറ്റിയുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ടൈൽസ് ഒക്കെ തന്നെ നമ്മൾ വില കൂടിയ ടൈൽസുകൾ ഉണ്ടാവാം. ഇപ്പൊ 45 രൂപ 50 രൂപ സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈൽസ് കുറഞ്ഞ റേറ്റിലുള്ളവരായിരിക്കാം. ഇനി അതിൽ കൂടിയ 80 90 100 120 രൂപയൊക്കെ സ്ക്വയർ ഫീറ്റിന് ടൈൽസ് ഉള്ള വിലയുള്ള ടൈൽസോ ഗ്രാനൈറ്റോ ഒക്കെ ഇടും. അപ്പൊ അതിൽ അപ്പോക്സി പോയിന്റിങ് ഉണ്ടാവാം. അതിന്റെ അങ്ങനെയുള്ള വലിയ ടൈലുകൾ ഇടണമെങ്കിൽ തന്നെ അതിന്റെ ലേബർ ചാർജ് കൂടുതലാവാം. അപ്പം ആ രീതിയിലൊക്കെയാണ് ഈ റേറ്റിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടേഴ്സ് കളിപ്പിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. അത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെങ്കിൽ തിരിച്ചുള്ള സംഭവങ്ങൾ പലരും അത് പുറമെ അറിയുന്നില്ല എന്നുള്ളതാണ്. കോൺട്രാക്ടറെ ഓണർ കളിപ്പിച്ചു എന്നുള്ളത്. ഇപ്പം വീട്ടുകാര് കളിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആർക്കും അയ്യോ അങ്ങനെ ചെയ്യുവോ, അല്ല ഒരു വീട് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും. പക്ഷെങ്കിൽ ഒരുപക്ഷെ ഒരു കോൺട്രാക്ടർ എഗ്രിമെന്റ് വെച്ചിട്ടായിരിക്കാം, ചിലപ്പം ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള എഗ്രിമെന്റ് ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല. ഇപ്പൊ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കാതെ വരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ എഗ്രിമെന്റിനകത്ത് ഓരോ സ്റ്റേജ് വൈസ് ആണ് പേയ്മെന്റ് വരുന്നത്. ഇപ്പം എഗ്രിമെന്റ് വെക്കുമ്പോൾ ഒരു പേയ്മെന്റ്, ഇനി ഫൗണ്ടേഷന്റെ വർക്ക് കഴിയുമ്പോൾ ഒരു പേയ്മെന്റ്, ഇനി ഷെയ്ഡ് വാർക്കുമ്പോൾ ഒരു പേയ്മെന്റ്, ഇനി ഒരു പക്ഷേ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ റൂഫ് വാർക്കുമ്പോൾ ഒരു പേയ്മെന്റ് ഉണ്ട്. നമ്മൾ റൂഫ് വാർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു തട്ട് വാർക്കണമെങ്കിൽ നമുക്കൊരു 3 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. അതിന്റെ ഷട്ടറിംഗ് വർക്കുകൾ, അതിന്റെ സ്റ്റീല്, എംസാൻഡ്, മെറ്റൽ, സിമെന്റ്, അതിന്റെ കോൺക്രീറ്റിംഗ് കഴിയുന്നിടം വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ആ തട്ടിന് മാത്രം അത്രയും ചിലവ് വരുന്നുണ്ട്, ബ്രിക്ക് വർക്ക് കൂടാതെ. ഒരുപക്ഷെ നമ്മൾ ആ ഒരു വാർപ്പ് കഴിയുമ്പോഴായിരിക്കും അവരുടെ നെക്സ്റ്റ് പേയ്മെന്റ് പറയുന്നത്. ഇന്ത്യയിൽ വരെയുള്ള പണികൾ കഴിഞ്ഞിട്ട് അതിന്റെ മേളിലേക്ക് 3 4 വരി കട്ട കെട്ടി അതിന് മേളിൽ ഷട്ടർ ചെയ്ത് റൂഫ് വാർത്ത് വരുമ്പോഴത്തേക്ക് ഒരു 5-6 ലക്ഷം രൂപ ആ സമയത്ത് നമുക്ക് പേയ്മെന്റ് കൂടുതലായിട്ട് വരും. പക്ഷെ നമ്മൾ എഗ്രിമെന്റ് വെച്ചതിലും കൂടുതലായിരിക്കും ചിലപ്പോൾ നമ്മുടെ കോൺട്രാക്ടേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ആ വർക്ക് ചെയ്യുന്നത്. അപ്പൊ തട്ട് വാർത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പേയ്മെന്റ് ചോദിക്കുമ്പോൾ അത് 1 ആഴ്ച കഴിയട്ടെ, 2 ആഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ ആ പൈസ കിട്ടാനുള്ള ഡിലേ മൂലം മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ നമുക്ക് ആ ഡീ ഷട്ടറിങ് 2 ആഴ്ച കഴിഞ്ഞാൽ അത് ഡീ ഷട്ടർ ചെയ്യണം, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് അവിടെ നിന്ന് മാറ്റണം. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ ഇപ്പൊ ഒരു കോൺട്രാക്ടർ കാൽക്കുലേഷൻ ഒരു പക്ഷേ ആ ഷട്ടറിംഗ് മെറ്റീരിയൽ അവിടെ ഇരുന്നാൽ അതിന്റെ 2ാം നിലയും കൂടെ ചെയ്തിട്ട് അതിന്റെ റൂഫിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അത് വേറൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകാമെന്നായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ചിലപ്പോൾ ഒരു മറ്റൊരു സൈറ്റിൽ അവർക്ക് ചിലപ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിവിടെ ഫ്രീ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവർ പേയ്മെന്റ് തരുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ കാരണം ഇതിവിടെ നിൽക്കുകയാണ്. ലേബറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേബർ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് അവരെ അറേഞ്ച് ചെയ്ത് നിർത്താൻ പറ്റും. അതിൽ കൂടുതൽ അവരെ പണിയില്ല എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. അവർ വേറെ സൈറ്റ് നോക്കി പോകും. അവർക്കിപ്പം നമ്മൾ ഗൾഫിലുള്ളതുപോലെ അവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അവരെ അവിടെ തന്നെ പിടിച്ചു നിർത്താനോ ഒന്നും പറ്റില്ല. അവർക്ക് പണിയില്ലെങ്കിൽ അവർ വേറൊരു സൈറ്റിൽ ഇപ്പൊ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ല നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വേറൊരു ഓപ്ഷൻ നോക്കും. അപ്പൊ നമ്മൾ ഈ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ആ റോളിംഗ് നടന്നില്ല എന്നുണ്ടെങ്കിൽ വർക്ക് മൊത്തത്തിൽ അവതാളത്തിലാവും. അവർക്ക് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. റൂഫിങ് കഴിഞ്ഞ് അടുത്ത ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പണി തുടങ്ങിയാൽ തന്നെ ഒരുപക്ഷെ നമുക്ക് അടുത്ത ലിൻഡൽ വരെയുള്ള പണികൾ ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് തുടങ്ങും, തീരും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റൂഫിങ്ങിലേക്ക് കിടക്കും. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേജ് വൈസ് ആണ് ആ പേയ്മെന്റ് കിട്ടേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടാതെ വന്നിട്ട് പല കാര്യങ്ങളും അപ്പം അവരൊരു പക്ഷേ പെട്ടെന്ന് പേയ്മെന്റ് തന്നിട്ട് പറയും നിങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടിയല്ലോ പിന്നെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇവർ ഇത്രയും 2 ആഴ്ച 3 ആഴ്ച വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പേയ്മെന്റ് കിട്ടാനായിട്ട്. അപ്പൊ ആ സമയത്തായിരിക്കും വർക്കേഴ്സിനെ വേറൊരു സൈറ്റിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവർ പേയ്മെന്റ് അറേഞ്ച് ചെയ്തിട്ട് നാളെ തൊട്ട് പണി തുടങ്ങുമെന്ന് പറഞ്ഞു കഴിയുമ്പം
ബുദ്ധിമുട്ടായി പോകും. പിന്നെ ഈ ആൾക്കാരെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരണം. ഒരുപക്ഷെ അവിടെ വർക്ക് പെൻഡിങ് കിടങ്ങാൻ അവിടെ പണി ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ മെറ്റീരിയൽസ് കൊണ്ടുപോയത് പിന്നെ നമ്മൾ വണ്ടിക്കൂലി അല്ലെങ്കിൽ വാടക കൊടുത്ത് പിന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ കോൺട്രാക്ട് വർക്കിനകത്തുണ്ട്. ഇപ്പം ലേബേഴ്സിനെ തന്നെ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരാരും ഈ പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന പോലെ ആരെയും ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല, ഗൾഫിലേക്ക് പോലെ. അവർക്ക് ഒരു സൈറ്റ് അല്ലെങ്കിൽ വേറൊരു സൈറ്റ്, നമ്മളൊരു പണി കിട്ടി കൊടുത്തു, ആ ഒരു വർക്ക് തീരുന്ന ആ ഒരു ഇടവേളകളിൽ ആ ഒരു പണി ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ അവരവിടെ കണ്ടിന്യൂ ചെയ്യും. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ റൂമിൽ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അവർ വേറെ സൈഡിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ സമയത്ത് പേയ്മെന്റ് തരുമ്പോൾ നമുക്ക് അവരെ പുതിയൊരു പണിക്കാരെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. 4 5 സൈറ്റൊക്കെ വർക്ക് നടക്കുന്നവർക്കാണെങ്കിൽ വേറൊരു സൈറ്റിലേക്ക് മാറ്റി നിർത്തി അല്ലെങ്കിൽ കുറെ നാളത്തേക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ചെയ്യാമെന്നൊക്കെ റീഅറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിനൊരു പരിധിയുണ്ട്. ഒരുപക്ഷെ അതൊക്കെ ചിലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വെക്കുക എന്നുള്ളത്. അത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ കോൺട്രാക്ട് ഇപ്പം ഓണറെ സംബന്ധിച്ച് എഗ്രിമെന്റ് വെച്ച് കോൺട്രാക്ടർ കബളിപ്പിച്ചുകൊണ്ട് പോയി എന്ന് പറയാറുണ്ടെങ്കിലും ഇതേപോലെ എഗ്രിമെന്റിലെ പ്രശ്നങ്ങൾ മൂലം കോൺട്രാക്ടർക്ക് പൈസ കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. ഇനി അതല്ല, പല രീതിയിലുള്ള എക്സ്ട്രാ വർക്കുകൾ വന്നിട്ട് അവര് അത് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ പല കാര്യങ്ങളും ആൾക്കാർ പുറത്തായിരിക്കും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായിരിക്കത്തില്ല, വിദേശത്തുള്ളവരായിരിക്കും. അവർ ഫോണിൽ കൂടെ സംസാരിക്കും. ഇപ്പം പല രീതി വീഡിയോ കോൾ ചെയ്യും, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പ്ലാനുകളിലൊക്കെ പല രീതിയിലുള്ള ചേഞ്ചസുകൾ വരുത്തും. ഇപ്പൊ നമ്മളൊരു ആദ്യം ഒരു പ്ലാൻ അപ്രൂവൽ ആക്കി ആ പ്ലാനിൽ പ്രകാരമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു വിൻഡോ വന്നു, ആ ഒരു വിൻഡോ ഒരു കുറച്ച് സ്ഥാനത്തേക്ക് മാറ്റി വെക്കാൻ പറയും, അല്ലെങ്കിൽ ഡോറിന്റെ പൊസിഷൻ മാറ്റി വെക്കാൻ പറയുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പോയിന്റുകളിലൊക്കെ ഒരുപാട് ചേഞ്ചസുകൾ ചെയ്യും. ഇപ്പോൾ ഡോറിന്റെ നമ്മുടെ ബെഡിന്റെ പൊസിഷൻ മാറ്റുക, ബെഡ് സ്വിച്ച് മാറ്റുക, ഇനി ലൈറ്റ് പോയിന്റ് മാറ്റുക, അല്ലെങ്കിൽ ടോയ്ലറ്റിനുള്ളിലെ ക്ലോസറ്റിന്റെ പൊസിഷൻ മാറ്റി വെക്കുക. അങ്ങനെ പല രീതിയിൽ ഒരുപക്ഷെ നമ്മൾ പല ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഫോണിലൂടെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരത് നാട്ടിൽ വന്നു കഴിയുമ്പോൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനല്ലായിരുന്നു പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് പല രീതിയിലുള്ള റീവർക്കുകൾ ചെയ്യേണ്ടതായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ, പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അവരോടത് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ചിലർ കട്ട് ആൻഡ് റൈറ്റ് അത് നമ്മൾ മാറ്റി ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് തരിക. ഒന്നുകിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എൻ്റെ ഡ്രോയിങ് തരിക, അല്ലെങ്കിൽ വെറുതെ ഫോണിൽ കൂടെ വെർബലി പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അനുഭവം നമുക്ക് പല സൈറ്റിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം നമ്മൾ പറഞ്ഞത് പ്രകാരം അവർ പറഞ്ഞിട്ടുണ്ടാവാം, അവര് വാക്കാലെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഡ്രോയിങ് തരുന്നു, പലരും വന്നിട്ട് സൈറ്റ് കണ്ടിട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുക, വാസ്തുപരമായിട്ട് റൂമിന്റെ സൈസുകൾ മാറ്റുക, ബെഡിന്റെ പൊസിഷൻ മാറ്റുക, മൊത്തത്തിലെ റൂമിന്റെ ഏരിയ തന്നെ മാറിപ്പോയി, ഫ്ലാറ്റ് വീടിന്റെ ഏരിയ തന്നെ മാറ്റി കളയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പലരും വന്ന് പറയുമ്പോൾ അങ്ങോട്ടും ചെയ്തോ ഇങ്ങോട്ട് ചെയ്തോ എന്ന് അഭിപ്രായങ്ങൾ പറയും. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ കംപ്ലീഷൻ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ നമ്മൾ അതിന്റെ അപ്രൂവൽ ഒക്കെ എടുക്കാൻ പോകുമ്പോഴായിരിക്കും വീടിന്റെ ഏരിയ മാറിപ്പോയി. അപ്പോൾ അവര് സമ്മതിക്കത്തില്ല, അവര് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് ഇവരോട് പറഞ്ഞിട്ടുള്ളതാണെന്നും നമ്മൾ പറഞ്ഞു ചെയ്തതാണെന്നും ഒന്നും ആരും ഒരിക്കലും സമ്മതിക്കത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ആ ഒരു വെർബലി പറയാതെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു റൈറ്റിങ്ങിലായിട്ട് തന്നെ, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടോ ഡ്രോയിങ് ആയിട്ടോ തന്നതിന് ശേഷം മാത്രമേ പണികൾ ചെയ്യാൻ പാടുള്ളൂ. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പം പല കാര്യങ്ങൾ ആ സമയത്തൊക്കെ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടും ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ നല്ല രീതിയിലുള്ളൊരു ബന്ധങ്ങളായിരിക്കും. ഒരുപക്ഷെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ പല രീതിയിലുള്ള കുറ്റങ്ങൾ പറയുക, അല്ലെങ്കിൽ അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, അങ്ങനെയൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പിന്നീട് അത് നമ്മളെ പിന്നെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് പലരും സംസാരിക്കാറ്. അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഒരു പേയ്മെന്റ് കിട്ടാതെ ഇപ്പൊ പലയിടത്തും വരുന്നൊരു പ്രശ്നമാണ്. നമുക്ക് പേയ്മെന്റുകളൊക്കെ അവസാനം ആകുമ്പോഴത്തേക്ക് പെൻഡിങ് ആകുക, അത് കറക്റ്റായിട്ട് കിട്ടാതിരിക്കുക. ഒരു 90% ആൾക്കാരും തരും. ചില ആളുകളൊക്കെ പല രീതിയിലുള്ള മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് പേയ്മെന്റ് ഹോൾഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ട് തന്നെ ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ പറയാറുണ്ട് ലക്ഷങ്ങൾ, അടുത്ത് 1 ലക്ഷം രൂപ കിട്ടാറുണ്ട്, 2 ലക്ഷം രൂപ കിട്ടാറുണ്ട്, 5 ലക്ഷം രൂപ അവരെയൊക്കെ കിട്ടാതെ അവസാനം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പലരും ഈ പറഞ്ഞ രീതിയിലുള്ള വർക്കുകളൊക്കെ വരുമ്പം തിരക്ക് പിടിച്ച് പെട്ടെന്ന് അവരൊരു ഹൗസ് വാമിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, പെട്ടെന്ന് പണികൾ തീർപ്പിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നം, പലയിടത്തുനിന്നും പൈസ അറേഞ്ച്മെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും അവർ ആ വർക്കുകൾ തീർക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പെൻഡിങ് വരിക എന്ന് പറയുമ്പോൾ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. അവർക്ക് മറ്റുള്ള സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും പണികൾ തീർക്കുന്നത്. പലരും വിചാരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പണികളെല്ലാം ചെയ്തു, അപ്പോൾ ബാലൻസ് അത്രയും പൈസ അതിനും കൊടുക്കാനുണ്ട്. അവർ ഓർക്കുന്നത് ഇതെല്ലാം ഇവരുടെ ലാഭമാണ്,
ആ ലാഭം കിട്ടിയ പൈസ എന്തിനാണ് നമ്മൾ പിന്നെയും കൊടുക്കുന്നത്? ഇത്രയും രൂപ ലാഭമുണ്ടോ? പക്ഷെങ്കിൽ അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ആ ലാഭമല്ല, മറ്റ് എവിടുന്നൊക്കെയോ അറേഞ്ച് ചെയ്തിട്ടാണ് അവർ ആ പണികൾ തീർത്തിട്ടുള്ളത്. ഒരിക്കലും അത് ലാഭമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 2200 രൂപ സ്ക്വയർ ഫീറ്റിന് റേറ്റ് എടുത്ത് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം 2 ലക്ഷമോ 2.5 ലക്ഷമോ ഒക്കെ ആയിരിക്കും അവർക്ക് ലാഭം കിട്ടുന്നത്. ആ ലാഭം എന്ന് പറഞ്ഞത് ഈ സൂപ്പർവൈസറുടെ ചാർജും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചെലവുകളുണ്ടല്ലോ അവർക്ക് ചെലവ് വേണം, അവരുടെ സ്റ്റാഫിന്റെ ചെലവ് വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്തൊന്നും വലിയ ലാഭം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം വലിയ ബിൽഡിങ്ങുകൾ ചെയ്യുക, അല്ലെങ്കിൽ വലിയ വലിയ വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ ലാഭം ഉണ്ടാകും. ഇപ്പൊ ഇതേപോലെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 10 വർഷം മുമ്പ് ഉള്ള ഒരു റേറ്റ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പറയുന്നത്. സ്ക്വയർ ഫീറ്റിന് 2000 രൂപ, 2200 രൂപ. 10 വർഷം 15 വർഷം മുമ്പും ഇപ്പോഴും ഈ റേറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള സാധനങ്ങളുടെ വിലയും ലേബർ ചാർജും 10 വർഷം മുമ്പുള്ളതല്ല. അതിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോഴും പഴയ റേറ്റ് വെച്ചിട്ടാണ് പലരും വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ തട്ടിപ്പുകൾ കൂടും. അപ്പോൾ അവർക്ക് ലാഭം കിട്ടാനായിട്ട് പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ചെയ്യും. പറയുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ വരും, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ വരും. അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കൊരു മാന്യമായുള്ളൊരു റേറ്റിലും നല്ല രീതിയിലുള്ളൊരു വർക്കും ആണെങ്കിൽ ആ നല്ല രീതിയിൽ തന്നെ അത് അവർക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ എല്ലാ ഭാഗങ്ങളിലും ഇവിടെയും ഉണ്ടാവാം. പക്ഷെങ്കിൽ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അവർ മുൻപ് ചെയ്തിട്ടുള്ള വർക്കുകൾ കാണുക, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് മുൻപ് ചെയ്ത വർക്കുകൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി വർക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അവര് നോക്കുന്നതെന്ന് പറഞ്ഞത് നല്ല വർക്കുകളാണോ, നല്ല ഏരിയ ഉള്ള വീടുകളാണോ. ചിലപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ചെയ്യുന്നതും 1500 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ചെയ്യുന്നതും അതിന്റെ എഫേർട്ടൊക്കെ സെയിം തന്നെയാണ്. പക്ഷെങ്കിൽ അത് ചെയ്തു വരുന്ന പ്രോഫിറ്റ് ചെറിയ വീടുകൾക്ക് കുറവായിരിക്കാം. അപ്പോൾ വലിയ വീടുകൾ ചെയ്യാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള ചെറിയ 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 പ്രശ്നങ്ങൾ. അപ്പം ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് എല്ലാവരും തട്ടിപ്പുകാരോ വെട്ടിപ്പുകാരോ ആകണമെന്നില്ല. അവർ ചെയ്തു വരുന്ന ചില തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷേ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാനുള്ള മനസ്സ് അവർക്കും ഉണ്ടാവണം. അത് അംഗീകരിക്കാനോ അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനോ അതിന്റെ ഓണർക്കും മനസ്സുണ്ടാവണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ആ വീട് നിർമ്മാണം പൂർത്തീകരിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കോൺട്രാക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കോ ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ആയിട്ടും കൂടെ രേഖപ്പെടുത്തുക. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഒരു സംഘടനയൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ ഇപ്പോൾ പൊതുവെ ആക്റ്റീവ് അല്ല എങ്കിൽ കൂടി അതിനകത്തൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആരും അത് മുൻപോട്ട് വന്നിട്ടില്ല എങ്കിലും പിന്നീട് ഭാവിയിലൊക്കെ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.